ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ ഫെഡറൽ ആശയത്തെ നിരന്തരം ആക്രമിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയുമാണ് ബി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചതും അത്തരമൊരു കാഴ്ചയ്ക്കാണ്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഏത് മന്ത്രിയെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥയുള്ള 130-ാം ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിച്ചു. പ്രതിപക്ഷം ഒന്നടങ്കം ഈ ജനാധിപത്യ വിരുദ്ധ ബില്ലിനെ ശക്തമായി എതിർക്കുന്ന കാഴ്ചയ്ക്കാണ് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ MP അമിത്ഷായുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ BJPക്കെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ചത്. ഈ ബിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ളതാണ്. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും പറഞ്ഞു തുടങ്ങിയ KC വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ ധാർമ്മികത കൊണ്ടുവരാനാണ് ഈ ബില്ലെന്ന് പറയുന്ന BJPയോട് ആഭ്യന്തരമന്ത്രിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അദ്ദേഹം ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അക്കാലത്ത് അദ്ദേഹം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് ചോദിച്ച് BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചന രാജ്യത്തിന് മുന്നിൽ കൃത്യമായി KC വേണുഗോപാൽ തുറന്നുകാട്ടി. ഈ ബിൽ കൊണ്ടുവന്നതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ ധാർമ്മികതയല്ല, മറിച്ച് ഫെഡറലിസത്തെ തകർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു. ബിൽ പ്രതിപക്ഷ സർക്കാരുകളെ ആക്രമിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ബില്ല് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പോലെയുള്ള മുഖ്യമന്ത്രിമാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്നും കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കന്മാർ പാർലമെന്റിൽ തുറന്നുകാട്ടി. തന്റെ പ്രസംഗത്തിൽ KC വേണുഗോപാലും ഇത് വ്യക്തമാക്കിയപ്പോൾ BJP പൂർണ്ണമായും പ്രതിരോധത്തിലായി. നിലവിൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയിലാണ് NDA ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാരിന് ആ പരാമർശം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇത്തരത്തിൽ വസ്തുതകൾ നിരത്തി ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഇന്ത്യൻ ഫെഡറലിസത്തിന് പാർലമെന്റിൽ സംരക്ഷണ കവചം ഒരുക്കി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ബില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചത്. നാളെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിക്കെതിരെ ഏതു തരത്തിലുള്ള കേസും ചുമത്താൻ, ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് ജയിലിലിടാം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കാം. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണ് എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കും BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ധർമ്മപുരാണത്തിൽ OV വിജയൻ എഴുതിയതുപോലെ രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക എന്നത് ഒരു രാജതന്ത്രമാണ്. രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി വോട്ട് മോഷണത്തിനെതിരെ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായി പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇത്തരമൊരു ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നത് രാജ്യത്തിന്റെ ശ്രദ്ധ വോട്ട് ചോരി ആരോപണങ്ങളിൽ നിന്ന് തിരിക്കാനാണെന്ന വിമർശനം പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ ഇത്തരത്തിലൊരു ബില്ലുമായി BJP വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി അതുതന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അത് നിരാകരിക്കാൻ BJP പോലും പ്രയാസപ്പെടും. ഈ ബില്ല് ലോക്സഭയിൽ പാസാക്കി നിയമമാക്കുന്നതിലൂടെ രാജ്യത്ത് പോലീസ് രാജ് നടപ്പാക്കാനാണ് BJP ആഗ്രഹിക്കുന്നതെന്ന് പ്രതിപക്ഷ MPമാർ പാർലമെന്റിൽ ആരോപിച്ചു. ബില്ലിന്റെ അവതരണ അനുമതിയെ എതിർത്തു സംസാരിച്ച RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് ഏറ്റവും കുറഞ്ഞത് 2 ദിവസം മുമ്പെങ്കിലും അംഗങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന ചട്ടം പോലും ലംഘിച്ചിരിക്കുന്നെന്നും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും ഭേദഗതി ചെയ്യുന്ന ബില്ല് ഇത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ച് ദ്രുതഗതിയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ബില്ലിന്റെ അവതരണാനുമതി നിഷേധിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മന്ത്രിസഭ ഭരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഒരു കാരണവശാലും ലോക്സഭയുടെ നിയമനിർമ്മാണ അധികാര പരിധിയിൽ വരില്ല എന്നും NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്റ് സമിതിക്ക് അഥവാ JPCക്ക് വിടുകയാണ് ചെയ്തത്. ബിൽ അവതരിപ്പിച്ചത് മുൻ BJP നേതാക്കളെ വെള്ളം കുടിപ്പിച്ച പ്രതിഷേധ പോരാട്ടമാണ് ഇന്നലെ സഭയിൽ പ്രതിപക്ഷം കാഴ്ചവെച്ചത്. പ്രതിപക്ഷം സഭയിൽ ബിൽ കീറിയെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. സഭ വൈകുന്നേരം വരെ നിർത്തിവെക്കേണ്ട സ്ഥിതിവിശേഷവും ഉണ്ടായി. വോട്ടുമോഷണ ആരോപത്തോടെ പ്രതിപക്ഷം എത്രമാത്രം ശക്തിപ്പെട്ടു എന്ന് BJP നേരിൽ അനുഭവിച്ചറിഞ്ഞ സമയമായിരുന്നു പാർലമെന്റിൽ ഉണ്ടായത്. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന് വേണ്ടി പ്രതിപക്ഷം ഒന്നടങ്കം BJPക്കെതിരെ നിലകൊണ്ടു. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പേര് പരാമർശിച്ചത് വഴി NDA മുന്നണിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിനായി എന്നും വിശ്വസിക്കുന്നവരുണ്ട്. സഭയ്ക്കകത്തു മാത്രമല്ല സഭയ്ക്ക് പുറത്തും ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും തീരുമാനം.
പ്രതിപക്ഷ കക്ഷിയിലെ നിരവധി നേതാക്കൾ ഈ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലും ഉന്നയിക്കുന്നുണ്ട്. യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അധികാരവും സമ്പത്തും സ്വരൂപിക്കുന്നതിലാണ് സർക്കാരിന്റെ താല്പര്യമെന്നും സ്വേച്ഛാധിപത്യ മനോഭാവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നുമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി എക്സിൽ കുറിച്ചത്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധ പോരാട്ടങ്ങൾക്ക് സോഷ്യൽ മീഡിയയും സാക്ഷ്യം വഹിച്ചു. ഈ രാജ്യത്തെ ഫെഡറൽ ആശയത്തെ തകർക്കാനുള്ള ബിജെപിയുടെ ശ്രമത്തെ ജനാധിപത്യവാദികൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എതിർക്കുകയായിരുന്നു. എന്നാൽ അതിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ വോട്ടുമോഷണ ആരോപണങ്ങളും ശക്തമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വോട്ട് ചോരി ആരോപണത്തിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുക എന്ന ബിജെപിയുടെ ലക്ഷ്യം പോലും പൂർണ്ണ പരാജയമായി മാറുകയാണ്. സംയുക്ത പാർലമെന്ററി സമിതി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ലിന്മേലുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. JPCയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ പാലിക്കണമെന്ന നിബന്ധനയില്ല. JPCയുടെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതിനാൽ അത് സർക്കാർ കാര്യമായി പ്രാധാന്യം കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ രാഷ്ട്രീയ വിമർശകർ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തുതന്നെയായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം രാജ്യമെമ്പാടും സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യൻ ഫെഡറലിസത്തെ ബാധിക്കുന്ന ഈ ഭരണഘടനാ ബിൽ BJPക്ക് എളുപ്പം പാസാക്കി നൽകാൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് മോഷണത്തിനെതിരായ പോരാട്ടങ്ങൾ പ്രതിപക്ഷം കൂടുതൽ ശക്തിയോടെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുമ്പോൾ BJPക്ക് ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാകില്ല.